മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. വെറും 4 മാസം കൊണ്ട് 18 കിലോ കൂടി. ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടായിരിക്കാം ഭാരം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്തതിന്റെ പേരിൽ മാത്രം ഒരു കുറ്റവാളിയുടെ വാർത്ത പുറത്തു വരുന്നത്. പറഞ്ഞു വന്നത് ഗോവിന്ദചാമി എന്ന് പറയുന്ന ആ ക്രൂരനെ കുറിച്ച്. പരോളില്ല, നല്ല ഭക്ഷണമില്ല, ജയിൽ ജീവിതം മടുത്തു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഒരിക്കൽ ജയിൽ ചാടിയത്. ആ ജയിൽ ചാടാൻ വേണ്ടി അയാൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്ത് തന്റെ ശരീരഭാരം കുറച്ചു എന്നതുകൊണ്ട് തന്നെയാണ്, അതിന്റെ ഭാഗമായിട്ട് ജയിൽ ചാടി എന്നതുകൊണ്ട് തന്നെയാണ് ആ കുറ്റവാളിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കേരളം കേട്ടത്. 2011 കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിട്ടുള്ള യുവതി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവരെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രധാനിയാണ് ഈ പറയുന്ന ഗോവിന്ദചാമി. കേരള തമിഴ്നാട് പോലീസ് രേഖകളിലെല്ലാം ഗോവിന്ദചാമി എന്ന പേരാണ് ഈ കൊടും കുറ്റവാളിക്കുള്ളത്. പക്ഷേ ഇത് മാത്രമല്ല അയാളുടെ പേര്. അയാളെ തേടി അയാളുടെ നാട്ടിൻ പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അയാളെ പോലൊരു നല്ല മനുഷ്യൻ വേറെ ഇല്ല എന്നാണ് പറയുന്നത്. പല പേരുകളിൽ പലയിടങ്ങളിൽ ജീവിച്ചൊരു വ്യക്തി കൂടെയാണ് ഇയാൾ. ഗോവിന്ദചാമി, ചാർലി തോമസ്, കൃഷ്ണൻ, തോമസ്, കൃഷ്ണൻ, രാജ, രമേശ് തുടങ്ങിയിട്ടുള്ള പല പേരുകളിലാണ് മുൻപുണ്ടായിട്ടുള്ള പല കേസുകളിലും ഇയാളെ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സേലം, പഴനി, ഈറോഡ്, കടലൂർ, തിരുവള്ളൂർ, താമ്പരം കോടതികളിൽ നിന്നെല്ലാം ശിക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിലും ജാമ്യത്തിലിറങ്ങി മുങ്ങുക എന്നുള്ളതാണ് ഇയാളുടെ സ്ഥിരം ശീലം. സേലം കോടതിയിൽ വിചാരണ നടക്കവേ ജാമ്യത്തിലിറങ്ങി കേരളത്തിലേക്ക് എത്തിയതാണ് ഈ വ്യക്തി. അപ്പോഴാണ് തീവണ്ടി യാത്രക്കാരിയായ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് പണം കവർന്ന് കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഏകബന്ധുവായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സഹോദരൻ സുബ്രഹ്മണ്യയാണ്. ഇയാളും സേലം ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവന്ന വിവരം. പിടിക്കപ്പെട്ടപ്പോൾ ഗോവിന്ദചാമി നൽകിയത് വ്യാജ മേൽവിലാസമായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി. ഗോവിന്ദചാമിയുടെ രേഖാചിത്രം കാണിച്ച് സേലം പോലീസ് വഴി നടത്തിയിട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതുപോലും. സ്ഥിരം മോഷ്ടാവായിരുന്നു ഇയാൾ. സേലം, ഈറോഡ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇയാളുടെ പേരിൽ ഒരുപാട് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ പേര് ഗോവിന്ദചാമി എന്ന് തന്നെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 8 മാസത്തെ ആസൂത്രണത്തിന് ശേഷമാണ് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഗോവിന്ദചാമി ജയിൽ ചാടുന്നത്. ജയിൽ ചാടിയ ഗോവിന്ദചാമി മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ പിടിയിലാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സിനിമാ കഥകളെ വെല്ലുന്ന ആസൂത്രണമാണ് ഇയാൾ അന്നും നടപ്പിലാക്കിയതെന്നാണ് പുറത്തുവന്ന വിവരം. ഇതിനു മുമ്പ് ഗോവിന്ദചാമി എന്ന് പറയുമ്പോൾ ജയിലിലെ സൗകര്യങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടായിരുന്നു മലയാളികൾ കണ്ടത്. കാരണം എല്ലും തോലുമായിട്ട് ജയിലിലേക്ക് കടന്ന ഗോവിന്ദചാമി പിന്നീട് അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച അത്രമാത്രം ഞെട്ടിക്കുന്നതായിരുന്നു. തടിച്ച് കൊഴുത്ത ഏറ്റവും നല്ല ആഹാരവും രീതികളും ഒക്കെ ലഭിച്ചു എന്നത് വ്യക്തമാകുന്നതായിരുന്നു ഗോവിന്ദചാമിയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. പക്ഷെ പിന്നീട് ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അയാൾ വീണ്ടും പഴയ രീതിയിലേക്ക് എല്ലും തോലുമാകുന്ന രീതിയിലേക്ക് സ്വയം എത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ജയിൽ ചാടാൻ അഴിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി താൻ മെലിഞ്ഞിരിക്കണമെന്ന് സ്വയം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സ്വയം പട്ടിണി കിടന്ന് അയാളുടെ ശരീരം മെലിയിച്ചെടുത്തു എന്നുള്ളതാണ് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചത്. 8 മാസത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമായിരുന്നു അന്ന് അയാൾ ജയിൽ ചാടിയത്. പകൽ സമയം ഉറങ്ങി രാത്രി ഉറങ്ങാതെ കമ്പി മുറിക്കുകയായിരുന്നു ഇയാൾ. ജയിലിൽ ഉണക്കാനിട്ടിരുന്ന മുണ്ടുകൾ കൂട്ടിക്കെട്ടി തയ്യാറാക്കിയതാണ് മതിൽ ചാടാൻ ഇയാൾ വഴിയൊരുക്കിയത്. ദിവസങ്ങളായി ബിസ്ക്കറ്റ് കവറുകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ശീലവും ഇയാൾക്കുണ്ടായിരുന്നു എന്ന് അന്ന് പോലീസ് കണ്ടെത്തി. ജയിൽ ചാടുമ്പോൾ ഇലക്ട്രിക് ഫെർസിംഗ് പിടിച്ചത് ബിസ്ക്കറ്റിന്റെ കവർ ഉപയോഗിച്ചായിരുന്നു എന്നാണ് പിന്നീട് പോലീസ് മനസ്സിലാക്കിയത്. റിപ്പർ ജയാനന്ദന്റെ ജയിൽ ചാട്ടം മാതൃകയാക്കിയായിരുന്നു ഇയാളുടെ ഈ പദ്ധതി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തുവന്നു. ഒറ്റ കൈയും പല്ലും ഉപയോഗിച്ചാണ് തുണിയിലൂടെ കയറി മതിൽ ചാടിയിരിക്കുന്നത്. ഒരു കൈ ഉപയോഗിച്ച് തുണിയിൽ പിടിച്ച് കയറുകയായിരുന്നു എന്നാണ് വിവരം. പിന്നീട് വായ ഉപയോഗിച്ച് തുണി കടിച്ചു പിടിക്കുകയും ചെയ്തു. പിന്നെയും കയറുകയാണ് രീതി. ഇതായിരുന്നു ജയിൽ ചാട്ടത്തിനുള്ള പ്രധാനപ്പെട്ട മാർഗമായിട്ട് അയാൾ കണ്ടെത്തിയത്. അഴിയറുക്കാൻ തുടങ്ങിയത് 4 മാസം മുൻപാണെന്ന് ഗോവിന്ദചാമി തന്നെ പിന്നീട് പിടിക്കപ്പെട്ടപ്പോൾ പോലീസിന് മൊഴി നൽകി.
വാർഡർമാർ മുഴുവൻ സമയവും ഫോണിൽ കളിക്കുകയാണെന്നും തൊട്ടുമുന്നിലെ മുറിയിൽ ഉണ്ടായിട്ടും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നും ഗോവിന്ദചാമി പറയുന്നു. ശ്രദ്ധ പരിശോധിക്കാൻ ഗ്ലാസും പ്ലേറ്റും പുറത്തെറിഞ്ഞ് പരീക്ഷിക്കുന്നതും വാർഡർമാർ ശബ്ദം കേൾക്കാറുണ്ടായിരുന്നില്ല എന്നും ഗോവിന്ദചാമി പറയുന്നു. കമ്പി നൂൽവണ്ണമായിട്ടും വാർഡന്മാർ നോക്കിയില്ലെന്നും ഗോവിന്ദചാമി മൊഴിയിലൂടെ പറഞ്ഞതോടെ പോലീസിനെതിരെയും വലിയ രീതിയിലുള്ള ആശങ്കകളാണ് വന്നത്. എന്തായാലും ഗോവിന്ദചാമി ജയിൽ ചാടിയ വിവരം അധികൃതർ അറിഞ്ഞത് 5 മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു. രാവിലെ പരിശോധനയ്ക്കിടെയാണ് ഗോവിന്ദചാമി സെല്ലിലില്ല എന്നുള്ള വിവരം പോലും പോലീസ് അറിയുന്നത്. അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നാണ് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് എന്നത് വലിയ സുരക്ഷാ വീഴ്ചയായി പോലീസിന് കേൾക്കേണ്ടി വരികയും ചെയ്തു. ഇതേ തുടർന്ന് 4 ജയിൽ അധികൃതരെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളുണ്ടായി. ജയിൽ ചാടി മണിക്കൂറുകൾ മാത്രമാണ് ഗോവിന്ദചാമി പുറത്ത് നടന്നത് എങ്കിലും അയാളുടെ മുഖഭാവം കണ്ടാൽ, അയാളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ അയാൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് മാത്രമേ തോന്നുകയുള്ളായിരുന്നു. ചിലർ ഇയാളെ തിരിച്ചറിഞ്ഞതോടുകൂടെ മാത്രമാണ് പോലീസിൽ വിവരം അറിയിക്കുന്നതും സംഭവം ശ്രദ്ധിക്കപ്പെടുന്നതും. ജയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്കുന്നിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെയുള്ള തളപ്പാവിൽ നിന്നാണ് ഇയാളെ അവസാനമായിട്ട് പിടികൂടുന്നത്. ആളൊഴിഞ്ഞ പുരയിടത്തിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു പ്രതി. പോലീസ് വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഓടിയ ഗോവിന്ദചാമി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസിന്റെ കിണറിൽ ചാടി ഒളിച്ചു നിൽക്കുകയും ചെയ്തു. പിന്തുടർന്നെത്തിയ പോലീസ് ഇയാളെ കിണറ്റിൽ നിന്ന് വലിച്ചെടുക്കുകയായിരുന്നു. 2011 ഫെബ്രുവരി 1 ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വച്ച് യുവതിയെ ഇയാൾ ക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. വിചാരണ കോടതിയും ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചുവെങ്കിലും സുപ്രീം കോടതി ജീവപര്യന്തമായിട്ട് കുറച്ചതാണ് പിന്നീട് കണ്ടത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഗോവിന്ദചാമി എന്ന് പറയുന്നയാൾ ആദ്യം ഡയറ്റ് എടുക്കുന്നു, ജയിൽ ചാടാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നു, ഇപ്പോൾ വീണ്ടും അകപ്പെട്ടതോടെ തന്റെ ശരീരഭാരം കൂട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്.